വെൽക്കം ടു IPL ന്യൂസ്. IPL-ലെ രണ്ടാം എലിമിനേറ്റർ മത്സരം ഗുജറാത്തിനെ തോൽപ്പിച്ചെത്തിയ മുംബൈ, ബാംഗ്ലൂരിനോട് പരാജയപ്പെട്ടെത്തിയ പഞ്ചാബ്. ടോസ് നേടിയ പഞ്ചാബ് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ മഴ കാരണം കളി ഇന്നലെ ഡിലേ ആയിട്ടാണ് തുടങ്ങിയത്. മുംബൈ ഓപ്പണറായ ബെയിൽസ്റ്റോയും രോഹിത്തും കഴിഞ്ഞ മാച്ചിൽ ഗുജറാത്തിനെതിരെ തകർത്തടിച്ച രോഹിത് ഈ മാച്ചിൽ 8 റൺസിന് പുറത്തായി. അപ്പോഴും ജോണി ബെയ്സ്റ്റോം ബൗണ്ടറികൾ നിർത്താതെ പായിച്ചുകൊണ്ടേയിരുന്നു. പതിവ് തെറ്റിച്ചുകൊണ്ട് വൺ ഡൗണായി എത്തിയത് സൂര്യകുമാർ യാദവിന് പകരം തിലക് വർമ്മയായിരുന്നു. ബെയ്സ്റ്റോം 38 റൺസിന് പുറത്തായി. ക്രീസിൽ സൂര്യകുമാർ എത്തി. യാദവും തിലകും ചേർന്ന് നടത്തിയ പാർട്ണർഷിപ്പായിരുന്നു മുംബൈയെ മുന്നോട്ട് നയിച്ചത്. 13.4 ഓവറിൽ 142 എന്ന ടോട്ടലിൽ നിൽക്കുമ്പോഴാണ് ആ പാർട്ണർഷിപ്പ് ബ്രേക്ക് ആവുന്നത്. പാണ്ഡ്യ 15 റൺസിന് പുറത്തായി. ഒരു ഭീകരം ടോട്ടലിലേക്ക് പോകേണ്ടിരുന്ന മുംബൈക്ക് അവിടെ അടി പതറുകയായിരുന്നു. നമൻദീറിന്റെ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനത്തിൽ മുംബൈ 203 ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. മുംബൈക്ക് കളി ജയിക്കാൻ ഈ ടോട്ടൽ ധാരാളമായിരുന്നു. കാരണം മുംബൈക്കെതിരെ മത്സരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ടീമിന് കിട്ടുന്നത് വെറും 16 ഓവറുകളായിരിക്കും. ബുംറയുടെ 4 ഓവറുകൾ അൺപ്ലേയബിൾ ആണ്. ഇതുതന്നെയാണ് മുംബൈയുടെ ബലവും ആത്മവിശ്വാസവും. പഞ്ചാബ് നിരയിൽ പ്രിയനേഷ് ആര്യയും പ്രഭ് സിമ്രാൻ സിംഗും ഓപ്പണിംഗ് ഇറങ്ങി. 6 റൺസിന് പ്രഭ് സിമ്രാൻ സിംഗ് ഔട്ടായി. പ്രിയനേഷ് ആര്യ 20 റൺസിലും പുറത്തായി. ജോസ് ഇംഗ്ലീഷ് ക്രീസിൽ എത്തിയത് മുതൽ തന്നെ തകർത്തടിക്കാൻ തുടങ്ങി. കളി വിജയിപ്പിക്കണം എന്ന വാശിയിലായിരുന്നു അദ്ദേഹം ബാറ്റ് വീശിയത്. മുംബൈയുടെ ആത്മവിശ്വാസത്തെ തകർക്കണമെങ്കിൽ ബുംറയെ തകർക്കണം. 5ാമത്തെ ഓവർ എറിയാൻ വന്ന ബുംറയെ ആ ഓവറിൽ 2 സിക്സ് അടക്കം 20 റൺസാണ് ഇംഗ്ലീഷ് അടിച്ചു കൂട്ടിയത്. എന്നാൽ 38 റൺസിന് ഇംഗ്ലീഷ് തന്റെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. ക്രീസിൽ ശ്രേയസ് അയ്യരും വധേരയും. ഒരു ക്യാപ്റ്റൻ ഇന്നിംഗ്സ് എന്താണെന്ന് അയ്യർ കാണിച്ചു തരികയായിരുന്നു. ഇരുവരുടെയും പാർട്ണർഷിപ്പ് പഞ്ചാബിനെ വിജയത്തോട് അടുപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്താണ് ബുംറയെ വീണ്ടും കൊണ്ടുവന്നത്. എന്നാൽ റൺസ് കൺസീവ് ചെയ്യാത്ത, വിക്കറ്റ് ഇല്ലാത്ത ഒരു ഓവറായി മാത്രം അത് അവസാനിച്ചു. ടൊപ്ലിയുടെ ഓവറിൽ ശ്രേയസ് അയ്യർ 3 സിക്സറുകൾ പറത്തിക്കൊണ്ടായിരുന്നു മുംബൈ ബൗളേഴ്സിനെ ഞെട്ടിച്ചത്. വധേര 29 ബോളിൽ 48 റൺസ് നേടി പുറത്തായതോടുകൂടി മുംബൈക്ക് പ്രതീക്ഷകൾ ഉയർന്നു. ശശാങ്ക് സിംഗ് വന്നതുപോലെ റൺഔട്ടായി. ക്രീസിൽ മാർക്കസ് സ്റ്റോയിനസ് എത്തി. പക്ഷെ ഇതൊന്നും, ഈ വിക്കറ്റുകൾ നഷ്ടമായതൊന്നും ശ്രേയസ് അയ്യറിനെ ബാധിച്ചതേയില്ല. ഈ കളി താൻ വിജയിപ്പിക്കും എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ കണ്ടത്. കൃത്യമായി വേണ്ട സമയങ്ങളിൽ അദ്ദേഹം സിക്സറുകളും ഗ്യാപ്പ് ബൗണ്ടറികളും നേടി. ഒടുവിൽ 12 ബോളിൽ 23 റൺസ് എന്ന അവസ്ഥയിലേക്ക് കളി എത്തി. അശ്വിനി ആയിരുന്നു 18ാമത്തെ ഓവർ എറിയാൻ എത്തിയത്. 19ാമത്തെ ഓവർ എറിയാൻ എത്തിയത് അശ്വിനി കുമാർ ആയിരുന്നു. ഒരു നോബോൾ അടക്കം, ഫ്രീ ഹിറ്റ് അടക്കം 4 സിക്സറുകൾ പായിച്ചുകൊണ്ടാണ് മുംബൈയെ തകർത്തെറിഞ്ഞുകൊണ്ട് ശ്രേയസ് അയ്യർ പഞ്ചാബിനെ ഫൈനലിലേക്ക് എത്തിച്ചത്. IPL-ലെ ഏറ്റവും അണ്ടർറേറ്റഡ് ആയ ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിഞ്ഞൊരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. കഴിഞ്ഞ സീസണിൽ ഇതേ അയ്യർ തന്നെയാണ് കൊൽക്കത്തയ്ക്ക് IPL കപ്പ് നേടിക്കൊടുത്തത്. എന്നിട്ടും കൊൽക്കത്ത അയ്യറിനെ റിട്ടേൺ ചെയ്തില്ല. പഞ്ചാബ് ഇന്നിപ്പോൾ 18 വർഷത്തെ IPL സീസണുകളിൽ 2ാമത്തെ വട്ടം ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ കാരണക്കാരനാണ് ശ്രേയസ് അയ്യർ. എടുത്തു പറയാൻ വലിയ പ്ലെയേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്ത പഞ്ചാബ് ടീമിനെ അവരുടെ മുഴുവൻ ഔട്ട്പുട്ടും പുറത്തെടുപ്പിച്ചുകൊണ്ട് പഞ്ചാബിനെ അയ്യർ ഫൈനലിലേക്ക് എത്തിച്ചു. ഇന്ത്യൻ ക്യാപ്റ്റൻസിയിൽ പോലും താൻ സ്യൂട്ടബിൾ ആണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമാണ് അയ്യർ കാഴ്ചവെച്ചത്. ഇനി ഈ സീസണിൽ ആകെ ബാക്കിയുള്ളത് ഫൈനൽ മാച്ച് മാത്രമാണ്. 18ാമത് IPL ട്രോഫി സ്വപ്നം കാണുന്ന കോഹ്ലിയും അയ്യരും. ആരായിരിക്കും IPL കപ്പ് ഉയർത്തുക? നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കും.